വെൽക്കം ബാക്ക് ടു ഡേ 5. ഓ മൈ ഗോഡ്, ഞാൻ തേർഡ് ഇയർ ആയി പോലും. ഞാൻ കോളേജിൽ ചെന്ന് കാലുകുത്തിയ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തേർഡ് ഇയർ ആയ എന്തായാലും ഇപ്പൊ +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ വന്ന കുറച്ച് കുട്ടികളോടാണ് ഈ കാര്യം പറയാനുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഫുൾ മറ്റേ മൂവീസിലേക്ക് കാണുന്ന പോലെ വാവ് അടിപൊളി ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഇങ്ങനെ ഇതൊന്നും അല്ല മക്കളെ. എന്തായാലും ആദ്യമായിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ ഒരു കിലോ എക്സ്പെക്ടേഷൻ കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ കിട്ടിയതാണെങ്കിലോ കിലോക്കണക്കിന് സ്ട്രെസ്സും അതിന് ഡബിൾ പ്രഷറും. നിങ്ങളിപ്പോൾ NIT സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ പോകുന്ന നേരത്ത് സീനിയർ പറഞ്ഞിരുന്നു, പുറത്ത് നോക്കുമ്പോൾ 300 ഏക്കർ സൗത്ത് ഇന്ത്യൻ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റ് ആയിട്ടുള്ള തത്വരാഗം ഇതൊക്കെ ഉള്ളിൽ കയറുന്നവരെ മാത്രമേ ഉള്ളൂ. പ്രോഗ്രാംസ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് എക്സൈറ്റ്മെന്റ് എന്താന്ന് പോലും അറിയാൻ പറ്റൂല. പിന്നെ ഫുഡ് അത് കോഴിക്കോടായോണ്ട് ഉഷാറാണ്. അക്കാര്യത്തിൽ നമ്മളെ ആത്മോപിക്കാൻ പറ്റൂല. ഇതിലൊന്നുമല്ല പ്രശ്നം കുട്ടികളാണ്. ഞാനൊക്കെ കോളേജ് ലൈഫ് ഏറ്റവും ആഗ്രഹിച്ചത് ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്. ബട്ട് നെഹി എന്തൊക്കെ കിട്ടിയാലില്ലെങ്കിൽ ഒരു കൊട്ടക്കണക്കിന് ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ എല്ലാം കിലോ കണക്കിന് ഉണ്ടാവും. പിന്നെ ഡിപ്രഷൻ മൂഡ് അങ്ങോട്ട് ഓണാക്കിട്ടേക്ക്. പിന്നെ ആകപ്പാടുള്ള റിലീഫ് ആ കട്ടാങ്കലാണ്. ഇവിടെ മാത്രമല്ല എവിടെ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ, എക്സ്പെക്ട് 0%. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ് ഫോർ എവറി ന്യൂ കോളേജ് സ്റ്റുഡൻസ്. പിന്നെ ഈ അറ്റൻഡൻസിന്റെ പരിപാടിയിലായിരുന്നെങ്കിൽ എൻ്റെ പൊടിയൊന്നും കോളേജിന്റെ പരിസരത്തെ കാണില്ലായിരുന്നു. അപ്പം ശരി, ബൈ ബൈ, ടാറ്റ, കഥം.